Hello students, welcome to our online class. My dears, ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ടെൻസസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ടെൻസസ് ഇത് എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സെൻറ്റൻസ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എന്തിനാണ് നമ്മൾ ടെൻസസ് പഠിക്കുന്നത്? ടു സ്പീക്ക് ആൻഡ് റൈറ്റ് സെൻറ്റൻസസ് വിതൗട്ട് മിസ്റ്റേക്ക്. അതായത് ടെൻസസ് എന്താണെന്ന് ശരിക്ക് പഠിച്ചാൽ ഒരു സെൻറ്റൻസ് തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും നിങ്ങൾക്ക് ശരിക്ക് സാധിക്കുന്നതാണ്. നിങ്ങളിൽ മിക്കവരും ടെൻസസ് എന്താണെന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്നാൽ നമുക്ക് ഒന്നുകൂടി അത് ഓർത്തെടുക്കാം. ടെൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രസൻറ്റ് ടെൻസ് ഇപ്പോൾ നടക്കുന്ന സംഗതികളെ സൂചിപ്പിക്കുന്ന കാലം. പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന കാലം. ഫ്യൂച്ചർ ടെൻസ് വരാൻ പോകുന്ന കാലഘട്ടം. മൈ ഡിയേഴ്സ്, ലോക്ക്ഡൗൺ കാലത്തുള്ള നമ്മുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം കേട്ടോ. അപ്പോൾ ഡിയേഴ്സ്, നമുക്ക് ആദ്യം പ്രസൻറ്റ് ടെൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് പ്രസൻറ്റ് ടെൻസ്? ഇപ്പോൾ നടക്കുന്ന സംഗതികളെ സൂചിപ്പിക്കുന്ന കാലം. മൈ ഡിയേഴ്സ്, ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ടെൻസ് 4 വിധത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, അപ്പോൾ ഡിയേഴ്സ്, ഈ 4 സെൻറ്റൻസിലെയും അർത്ഥവ്യത്യാസങ്ങൾ ശരിക്കും മനസ്സിലാക്കൂ. അവൾ എഴുതുന്നു, അവൾ എഴുതുകയാണ്, അവൾ എഴുതിയിട്ടുണ്ട്, അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കൾ, ഈ 4 സെൻറ്റൻസും പ്രസൻറ്റ് ടെൻസിലുള്ളതാണെന്ന് മനസ്സിലായില്ലേ? ശരിക്കും മനസ്സിലാക്കൂ. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. അവൾ എഴുതുന്നു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും? ഇത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സെൻറ്റൻസിന് സ്ട്രക്ചർ എന്ന് പറയുന്നത് എസ് പ്ലസ് എ പ്ലസ് വി ആണ്. ഇതിൽ എസ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ, സബ്ജക്റ്റ്. അടുത്തത് ഓക്സിലറി വെർബ്സ്, അതിന് സഹായിക്കുന്ന സഹായക ക്രിയകൾ. അടുത്തത് വി എന്ന് പറഞ്ഞാൽ വെർബ്, ജീവനുള്ള ഒരു വസ്തു ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ്സ്. എന്താണ് ഓക്സിലറി വെർബ്സ്? സഹായക ക്രിയകൾ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും നമുക്കൊന്നുകൂടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇനി ഓക്സിലറി വെർബ്സിന് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഡു, ഡസ്, ഡിഡ്, ഈസ്, ആം, ആർ, വാസ്, വേർ. അതുപോലെ തന്നെ വേറെയും ഓക്സിലറി വെർബ്സ് ഉണ്ട്. ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, ഷാൾ, വുഡ്, ഷുഡ്. ഇത്രയും ഓക്സിലറി വെർബ്സ് നിർബന്ധമായി നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതി വാട്സാപ്പ് ചെയ്യേണ്ടതാണ്. അവൾ എഴുതുന്നു എന്ന ഇവിടെ സബ്ജക്റ്റ് ഷീ, അവൾ. അതായത് സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സിംഗുലർ ആണെങ്കിൽ ഡസ് എന്ന ഓക്സിലറി വെർബ്സും ഒന്നിൽ കൂടുതലാണെങ്കിൽ ഡു എന്ന ഓക്സിലറി വെർബ്സും ഉപയോഗിക്കണം. 2 എക്സാമ്പിൾസ് നോക്കാം. ഹി ഡസ് കം, അവൻ വരുന്നു. ബേർഡ്സ് ഡസ് ഫ്ലൈ, പക്ഷി പറക്കുന്നു. ഇവിടെ ഹി എന്നതും ബേർഡ് എന്നതും സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് നമ്മൾ ഡസ് എന്ന് ഉപയോഗിച്ചു. അതുപോലെ നമ്മൾ ഒരിക്കലും ഐയുടെ കൂടെയും യുവിൻ്റെ കൂടെയും ഡസ് ഉപയോഗിക്കാറില്ല. അപ്പോൾ മറക്കാതിരിക്കുക, ഐ യു എന്നതിൻ്റെ കൂടെ ഡു എന്ന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഡസ് ചേർക്കാൻ പാടില്ല. അപ്പോൾ നോക്കൂ, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷീ ഡസ് റൈറ്റ് എന്നത് ശരിയാണെങ്കിലും നമ്മൾ സാധാരണ ഷീ റൈറ്റ്സ് എന്നാണ് എഴുതാറുള്ളത്. കാരണം ആ ഡസ് റൈറ്റിനുള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് ഷീ റൈറ്റ്സ് എന്ന് ആണ് പറയാറുള്ളത്. ഇതിന് കൂടുതൽ എക്സാമ്പിൾസ് ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഹി ഡസ് കം എന്നുള്ളത്, അതിലെ ഡസ് നമ്മൾ കമ്മിനകത്ത് ഒളിപ്പിക്കുമ്പോൾ ഹി കംസ്. ബേർഡ് ഡസ് ഫ്ലൈ, ബേർഡ് ഫ്ലൈസ് എന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബിൻ്റെ കൂടെ എസ് ചേർക്കണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹി കംസ്, ബേർഡ് ഫ്ലൈസ്, ഷീ കംസ് എന്നൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ ദേ റൈറ്റ്,
യു പ്ലേ. ഇവയിലൊന്നും ഓക്സിലറി വെർബ്സ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ ഡു എന്ന ഓക്സിലറി വെർബ്സ് ഉണ്ട് എന്നാണ്. നമ്മൾ പഠിച്ച എക്സാമ്പിൾസൊക്കെ ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ഷീ റൈറ്റ്സ്, സബ്ജക്റ്റ് സിംഗുലർ ആയപ്പോൾ റൈറ്റ്സ് എന്ന് ചേർത്തു. ഹീ കംസ്, സബ്ജക്റ്റ് സിംഗുലർ ആയപ്പോൾ കംസ്, വെർബിൻ്റെ കൂടെ എസ് ചേർത്തു. ദേ ഗോ, സബ്ജക്റ്റ് പ്ലൂരൽ ആയപ്പോൾ എസ് ചേർത്തില്ല. ഡു അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡിയേഴ്സ്, ഇത്രയും നേരം നമ്മൾ പഠിച്ചതെല്ലാം പ്രസൻറ്റ് ടെൻസിൻ്റെ ഒരു ഭാഗമായ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരുന്നു. വളരെ വളരെ ലളിതമായ സിമ്പിളായ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുമ്പോഴാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പ്രധാനമായും നമ്മൾ 3 വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കാറുള്ളത്. അതിലൊന്ന് ഹാബിറ്റ്സ്, രണ്ടാമത്തത് കോമൺ ട്രൂത്ത്സ്, മൂന്നാമത്തത് ന്യൂസ് ഹെഡ്ലൈൻസ്. അതിൽ ഹാബിറ്റ്സ്, ഐ ഗോ ടു സ്കൂൾ എവരി ഡേ, നമ്മൾ നിത്യവും ചെയ്യുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകുന്നു. രണ്ടാമത്തത് കോമൺ ട്രൂത്ത്സ്, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സ്ഥിരമായി സംഭവിക്കുന്നത്. അതേപോലെ ന്യൂസ് ഹെഡ്ലൈൻസ്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അധികവും ഹെഡ്ലൈൻസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇന്ത്യാസ് കോവിഡ് ഡെത്ത് ടോൾ റൈസസ് ടു 4,971.